ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങിലെ 10th ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്. വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടെർമിനോളജി ആയിരിക്കും എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. സോ ഇനീഷ്യലി നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ 3D ഡിസൈനിങ് വരെയുള്ളൊരു പാർട്ടാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്കൊരു ക്ലയൻറ്റിനെ കിട്ടിയിട്ടുള്ളൊരു കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളൊരു ബാനറിൽ പറയുകയാണെങ്കിൽ നമ്മളതിൻ്റെ ഡാറ്റ കളക്ഷനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തൊരു കോൺസെപ്റ്റ് ഡിസൈനിങ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ 2D പ്ലാന് ക്ലയൻറ്റിന് കൊടുത്ത് കൺഫർമേഷൻ വാങ്ങി അതിൻ്റെ ഒരു 3D ഔട്ട്പുട്ടും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ വെരി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ക്ലയൻറ്റിനെ സംബന്ധിച്ച് ആ ഒരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ ആ ഒരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രിലിമിനറി സ്റ്റേജ് ആയിട്ട് ക്ലയൻറ്റിനെ സംബന്ധിച്ച് ആവശ്യമുള്ളത് ആ ഒരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എത്ര ബഡ്ജറ്റ് വരും, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു കൊട്ടേഷൻ എന്നുള്ള പാർട്ടൊക്കെ ആയിരിക്കും വെരി നെക്സ്റ്റ് ആയിട്ട് ക്ലയൻറ്റിനെ സംബന്ധിച്ച് അറിയേണ്ടത്. അത് പല രീതിയിലായിരിക്കാം. മേ ബി ഒരു പ്രൊജക്റ്റ് കൺസൾട്ടേഷൻ എടുത്ത് ആ ഒരു വിങ് തന്നെ ആയിരിക്കാം അത് എൻറ്റയർ പ്രൊജക്റ്റ് എക്സിക്യൂഷനും വർക്കൗട്ട് ചെയ്യണത്. അതല്ലെങ്കിൽ പ്രൊജക്റ്റ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു കോൺട്രാക്റ്റിംഗ് വിങ്ങിനെ ആയിരിക്കാം കണക്ട് ചെയ്യുന്നത്. ഇനി അതുമല്ലെങ്കിൽ ക്ലയൻറ്റ് ഡയറക്റ്റ്ലി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ലാബേഴ്സിനെ വെച്ച് വർക്ക് എടുപ്പിക്കുന്ന മെത്തേഡും ആയിരിക്കാം. സോ ഏത് മെത്തേഡാണെങ്കിലും അതിന് വേണ്ട പ്രോപ്പർ ബഡ്ജറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കൊട്ടേഷൻ എന്താണ് എന്നുള്ളത് ക്ലയൻറ്റിനെ അറിയുക എന്നുള്ളത് തന്നെയാണ് വെരി നെക്സ്റ്റ് പ്രൊസീജിയർ. സോ ആ ഒരു പ്രൊസീജിയർ കവർ ചെയ്യുന്നതിന് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്നുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സോ ബേസിക്കലി എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി പ്രോസസ് ഓഫ് പ്രെഡിക്റ്റിംഗ് ആൻഡ് കാൽക്കുലേറ്റിംഗ് ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് എ പ്രൊജക്റ്റ് ഓർ ആക്ടിവിറ്റി. ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിയോ അസോസിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടി വരുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നും അതിന് വരുന്ന കോസ്റ്റ് എത്രയൊക്കെയാണ് എന്നുള്ളതും കണ്ടെത്തുന്ന ആ ഒരു എൻറ്റയർ പ്രൊസീജിയറിനെയാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ക്വാണ്ടിറ്റീസാണ് വേണ്ടത് എന്നുള്ളതാണ് ആദ്യമായിട്ട് കണ്ടെത്തേണ്ടത്. റിസോഴ്സസ് എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു പ്രൊജക്റ്റിനായിട്ട് ആവശ്യമുള്ളത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഡിഫറെൻറ്റ് റിസോഴ്സസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ മെറ്റീരിയൽ റിസോഴ്സസ് ഉണ്ട്, എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ലാബേഴ്സും ഉണ്ട്. ഇത് മൂന്നിനെയും നമ്മൾ റിസോഴ്സ് എന്നാണ് പറയുന്നത്. സോ ഒരു പ്രൊജക്റ്റിൻ്റെ എക്സിക്യൂഷൻ പാർട്ടിൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ്റെ വർക്കാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, എർത്ത് എക്സ്കവേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫൗണ്ടേഷൻ്റെ വർക്കാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ റിസോഴ്സസ് എന്ന് പറയുന്നത് റബിൾ, ലാട്രേറ്റോ അല്ലെങ്കിൽ റബിളോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ റബിൾ ആണെങ്കിൽ റബിളിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം വേണം എന്നുള്ളത് കണ്ടെത്തണം. ആ ഒരു ക്വാണ്ടിറ്റി മെറ്റീരിയൽ നമുക്ക് ആ ഒരു ഏരിയ ബേസിൽ വർക്കൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര ലാബേഴ്സ് വേണം എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിനെന്തെങ്കിലും എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളോ അഡീഷണലി അറേഞ്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും കൂടെ കണ്ടെത്തും. സോ അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഐഡൻറ്റിഫൈയിങ് ആൻഡ് ക്വാണ്ടിഫൈയിങ് റിസോഴ്സസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. Then determining the cost of each resources and finally calculating the total cost of project. സോ എന്തൊക്കെ റിസോഴ്സസ് ആണ് വേണ്ടത് എന്നുള്ളതും അതിൻ്റെ ക്വാണ്ടിറ്റിയും കിട്ടിക്കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ റിസോഴ്സസിൻ്റെ കോസ്റ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ ബേസിൽ ടോട്ടൽ പ്രൊജക്റ്റിന് വരുന്ന കോസ്റ്റ് എത്രയാണ് എന്നുള്ളതും വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ ഇനീഷ്യലി നമ്മൾ ക്വാണ്ടിറ്റി കണ്ടെത്തും, അതിനുശേഷം അതിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്ത് മൊത്തം പ്രൊജക്റ്റിന് വരുന്ന ഓരോ റിസോഴ്സിൻ്റെയും കോസ്റ്റ് വെച്ചിട്ട് ടോട്ടൽ പ്രൊജക്റ്റ് കോസ്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് ചെയ്യുന്ന പ്രൊസീജിയർ. ഇതിന് വളരെ ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിൽ സെൻട്രൽ ലൈൻ മെത്തേഡ്, ലോങ് ആൻഡ് ഷോർട്ട് വാൾ മെത്തേഡ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ് നമ്മൾ ബേസിക്കലി എസ്റ്റിമേഷൻ അല്ലെങ്കിൽ കോസ്റ്റിംഗ് പാർട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളൊരു പ്രൊജക്റ്റൊക്കെ കിട്ടുന്ന സമയത്ത് റഫ് എസ്റ്റിമേറ്റ് ഒക്കെ ചെയ്യാനുള്ള മറ്റ് ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. സ്ക്വയർ ഫീറ്റിൻ്റെ ബേസിലൊക്കെ നമുക്ക് ആവറേജ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മെറ്റീരിയൽ കോസ്റ്റ് ആണെങ്കിലും ലേബർ ചാർജ് ആണെങ്കിലൊക്കെ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണെങ്കിൽ ഇത്ര ലേബർ ചാർജ് വരും അല്ലെങ്കിൽ ഇത്ര മെറ്റീരിയലിന് വരും എന്നുള്ളതൊക്കെ നമുക്ക് റഫ്ലി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സൊക്കെ നമുക്ക് സിംപ്ലിഫൈഡ് ഫോർമാറ്റിലുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രോപ്പർ വേയിൽ നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുകയാണെങ്കിൽ സെൻട്രൽ ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ലോങ് ആൻഡ് ഷോർട്ട് വാൾ മെത്തേഡ്സിലാണ് നമ്മളിത് പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ച് ആക്യുറേറ്റ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ കാരണം ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റ് എന്താണ്, അല്ലെങ്കിൽ ആ ബഡ്ജറ്റിൽ ഇതിൻ്റെ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് ബാലൻസ് ചെയ്യാൻ കഴിയുമോ, എന്താണ് സിറ്റുവേഷൻസ് എന്നുള്ളത് ഇനീഷ്യലി തന്നെ മനസ്സിലാക്കാൻ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിൻ്റെ ഒരു പ്രോപ്പർ ആക്യുറേറ്റ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് ക്ലയൻറ്റിൻ്റെ പാർട്ടിൽ അല്ലെങ്കിൽ എക്സിക്യൂഷൻ പാർട്ടിൽ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ ടീമിന് ആ ഒരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതിനൊക്കെ പ്രോപ്പർ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് വളരെയധികം
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ തന്നെയാണ്. സോ ബേസിക്കലി നമ്മൾ ആ ഒരു പ്രൊജക്റ്റിൻ്റെ പാർട്ടിൽ 3D കാര്യങ്ങളെല്ലാം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ആ പ്രൊജക്റ്റിന് എത്ര കോസ്റ്റ് വരും എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു പാർട്ടിനാണ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന് ഇനീഷ്യലി നമ്മൾ ഏതൊക്കെ റിസോഴ്സസ് ആണ് വേണ്ടത് എന്നുള്ളത് കണ്ടെത്തും. മെറ്റീരിയൽ റിസോഴ്സസ് ആണെങ്കിലും അതുപോലെ തന്നെ ലാബേഴ്സ് ആണെങ്കിലും അഡീഷണൽ എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും ദെൻ അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ പ്രൊജക്റ്റ് കോസ്റ്റ് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പ്രൊസീജിയർ. ഇതിപ്പോൾ ഒരു പുതുതായിട്ട് ചെയ്യുന്നൊരു ബിൽഡിംഗ് പ്രൊജക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ പ്രൊജക്റ്റ് ആണെങ്കിലും ഒക്കെ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ഇത് തന്നെയാണ്. അതായത് ഒരു ഇൻറ്റീരിയർ പ്രൊജക്റ്റാണ്, ഒരു ബെഡ്റൂം ഇൻറ്റീരിയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വർക്ക്സാണ് വരിക എന്നുള്ളത് നമ്മൾ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യും. അതിന് വേണ്ട മെറ്റീരിയൽ റിസോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത്, ലാബർ റിസോഴ്സസ്, എക്യുപ്മെൻറ്റ് റിസോഴ്സസ്, ഇതിൻ്റെ എക്സ്പെൻസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. ആൻഡ് ദ ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് കോസ്റ്റ് എന്നുള്ള ബാനറിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് ചെയ്യുന്നത്. അതാണ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ചാപ്റ്ററാണ് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു പാർട്ടിൽ ഈ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്ന പാർട്ടും കൂടെ നമ്മൾ ഈ പറയുന്ന എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന പ്രൊസീജിയറിന് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു സെഷൻ തന്നെയാണ്. കാരണം നമുക്കിതിലുള്ളൊരു മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി കണ്ടെത്തണം, അല്ലെങ്കിൽ എത്രത്തോളം മെറ്റീരിയൽ റിസോഴ്സസ് ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കതിൻ്റെ ഏരിയയും കാര്യങ്ങളും വെച്ച് കാൽക്കുലേഷൻസ് നടത്തണം. സോ ആ ഒരു പാർട്ടിൽ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്ന ഒരു പാർട്ടും കൂടെ ഇൻ്റർകണക്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഈ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്നുള്ളൊരു പ്രൊസീജിയർ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.